നമ്മുടെ അടുക്കളയിൽ തന്നെ ഒരു സൂപ്പർ ഒറ്റമൂലി നമ്മുടെ എല്ലാ ചെടികൾക്കും നമ്മുടെ വെജിറ്റബിൾസിനും ഉണ്ടെന്നുള്ളത് എത്ര പേർക്കറിയാം. ശരിക്കും പറഞ്ഞ ഇവനെ ഞാൻ ഒരു ഒറ്റമൂലിയായിട്ടാണ് കാണുന്നത്. ഉള്ളിത്തൊലിയാണ് എന്റെ ഒറ്റമൂലി. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉള്ളിയുടെ തൊലി കളക്ട് ചെയ്ത് അതിനകത്ത് വെള്ളം ഒഴിച്ചു വെക്കുക രാത്രിയില്. ഉദാഹരണത്തിന് ഇത് കണ്ടോ, എനിക്ക് ഇത്രയും ഉണ്ടായിരുന്നേ. ഇത് ഇന്നലെ ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. എന്നോട് പലരും പറയാറുണ്ട്, ചേച്ചി ഞാൻ ചെടി വെച്ചാൽ ഇതുപോലെ വളർന്നു വരാറില്ല, ഇങ്ങനെ ഹെൽത്തി ആയിട്ട് വരാറില്ലെന്ന്. കേട്ടോ, നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോ? നമ്മൾ ആര് ചെടി വെച്ചാലും ചെടി വളരും. പക്ഷെ നമ്മൾ എങ്ങനെയാണ് വെച്ചു കൊടുക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് നല്ല ബ്രീത്തബിൾ സോയിലായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന്. അതിനകത്ത് ഇങ്ങോട്ട് നോക്കി, ഞാൻ ഈ ഉള്ളിത്തൊലിയില്ലേ ഇവരെ കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ജസ്റ്റ് നമ്മൾ കളയുന്നതിന് പകരം ഇത് ഞാൻ നമ്മളുടെ ചോപ്പറിനകത്തൊന്ന് പൊടിച്ചെടുത്താണ്. അവരെ ഞാനുണ്ടല്ലോ എന്റെ സോയിലിന്റെ കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്യും. വേണ്ട, മിക്സ് ചെയ്യും. അപ്പൊ ഉണ്ടല്ലോ നമ്മുടെ ഈ സോയിൽ നല്ല ബ്രീത്തബിൾ ആയിട്ട് കിട്ടും. നമുക്ക് പെർലേറ്റ്, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പെർലേറ്റ്, കോക്കോപീറ്റ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ സോയിലിലൂടെ മിക്സ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള സോയില് നമ്മൾ ഒന്നാമതേ എടുക്കുക. പിന്നെ നമ്മൾ ചെടി വെക്കാൻ എടുക്കുന്ന കണ്ടെയ്നർ, അത് ഏതാണോ, പോട്ട്, അത് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അതിന്റെ ഒക്കെ വീഡിയോ ചെയ്ത് എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കണ്ടാൽ മതിയേ. പിന്നെ നമ്മൾ ഒരു ചെടി വെക്കുമ്പോൾ, പാകി പിടിപ്പിക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ സ്റ്റെം വെച്ച് പിടിപ്പിക്കുമ്പോഴാകട്ടെ, ഒന്നാമത് അവർക്ക് വേര് നന്നായിട്ട് വരണം അല്ലെ. അവർക്ക് വേര് വരാൻ ആവശ്യമായ കാൽസ്യം നന്നായിട്ട് ഈ ഉള്ളിത്തൊലിയിൽ നിന്ന് നമുക്ക് കിട്ടും. അവരുടെ സ്റ്റെം ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വരാൻ ആവശ്യമായ കാൽസ്യം അതൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് എന്താണ് വേണ്ടിയത്, നല്ല ലീഫ് വരണം അവർക്കല്ലേ, നല്ലതായിട്ട് ക്ലോറോഫിലൊക്കെ നിറഞ്ഞ നല്ല ലീഫ് വരാൻ അതിനാവശ്യമായ മാഗ്നീഷ്യവും അയണും ഇതിനകത്തുണ്ട്. ഇനി എന്താണ് നമുക്ക് വേണ്ടിയത്, ഒന്നെങ്കിൽ ഫ്രൂട്ട്സ്, അതല്ലെങ്കിൽ പൂക്കൾ അല്ലെ. ഒന്നുകിൽ നമുക്ക് നന്നായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടായി വരണം, വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ, അല്ല ചെടികളാണെങ്കിൽ അവർക്ക് നല്ലതായിട്ട് പൂക്കൾ വരണം. അതിനാവശ്യമായ പൊട്ടാസ്യം ആവശ്യത്തിന് ഇതിനകത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇനി ഉള്ളിത്തൊലി കളയരുത്, കളക്ട് ചെയ്യണം. അവരെ നല്ല ഒന്നാന്തരം അവരുടെ ഫുഡായിട്ട് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കണം കേട്ടോ.